ഗുണ്ടകൾക്ക് ചെല്ലും ചിലവും കൊടുത്തു വളർത്തിയ ഒരു ആഭ്യന്തര വകുപ്പ് BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി ആ ഒരു ഭരണത്തിൽ നിന്നും ഗുണ്ടകളുടെ വേരറുക്കും എന്ന് പ്രഖ്യാപിക്കുന്ന മറ്റൊരു ആഭ്യന്തരമന്ത്രി കേരളം കൈയടിക്കുകയാണ് ആഭ്യന്തരമന്ത്രിയുടെ നിലപാടുകളിൽ. എന്നാൽ ചെന്നിത്തല അങ്ങനെ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചതോടെ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച കേരളത്തെ ഗുണ്ടാ സംഘങ്ങളുടെ താവളമാക്കിയെന്ന് ദുഷ്പേരുള്ള പിണറായി വിജയൻ ആയങ്കിക്ക് നേരെയുള്ള പാർട്ടിയുടെ പ്ലേറ്റ് തിരിച്ചു വെച്ചിരിക്കുകയാണ്. അർജുൻ ആയങ്കി തങ്ങളുടെ പാർട്ടി അല്ല എന്ന് പിണറായി വിജയൻ. അർജുൻ ആയങ്കിയുടെ അറസ്റ്റിൽ പ്രതികരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്ത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ്, ഒരു പ്രസ്താവനയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ല എന്നും കേരളം ഗുണ്ടകളുടെ പറുദീസ അല്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ലിസ്റ്റുകൾ പ്രകാരം ഗുണ്ടകൾക്കെതിരെ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അത് കേരളം ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുപാട് ഗുണ്ടാ വിളയാട്ടങ്ങൾ കണ്ടിട്ടുള്ള കേരള ജനതയ്ക്ക് അത് വലിയ ധൈര്യം നൽകുന്ന, സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. അർജുൻ ആയങ്കിയെ മുൻ മുഖ്യമന്ത്രിയും ജയരാജനും തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളെ ആർക്കും സംരക്ഷിക്കാനാകില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. അതേസമയം അർജുൻ ആയങ്കിയുമായുള്ള ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളെ തള്ളി CPM സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നതും ഇപ്പോൾ ചർച്ചയാവുകയാണ്. അർജുൻ ആയങ്കിയെ ന്യായീകരിക്കേണ്ട യാതൊരു ആവശ്യവും തനിക്കോ പാർട്ടിക്കോ ഇല്ല എന്നും ഇയാൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങളില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണ് പിണറായി വിജയൻ ഇക്കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയത്. പിന്നാലെ അർജുൻ ആയങ്കി വളർന്നു വന്ന പാർട്ടി CPM അല്ല എന്ന് MV ജയരാജനും ആവർത്തിച്ചു. ഇയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാകണമെന്നും അതിന് യാതൊരുവിധ തടസ്സങ്ങളും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കൊട്ടേഷൻ സംഘങ്ങളെ പിന്തുണയ്ക്കുന്നവർ അവരും ആ സംഘത്തിലെ അംഗങ്ങളാണ് എന്ന് കരുതേണ്ടി വരുമെന്നും ജയരാജന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആശയപ്രചരണത്തിന് ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളുടെ യാതൊരുവിധ പിന്തുണയും CPM-നോ ഇടതുപക്ഷത്തിനോ ആവശ്യമില്ല എന്നും നേതൃത്വം വ്യക്തമാക്കി. കൊട്ടേഷൻ സംഘങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയമോ പാർട്ടിയോ ഇല്ല എന്നും കൊട്ടേഷൻ എന്നത് മാത്രമാണ് അവരുടെ പാർട്ടി എന്നുമാണ് MV ജയരാജന്റെ വാക്കുകൾ. അർജുൻ ആയങ്കിയുമായി ബന്ധമുണ്ട് എന്ന് വരുന്നത് CPM-ന് ക്ഷീണമാകുമെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് പരസ്യമായി തള്ളിപ്പറയുന്നതിലേക്ക് നേതൃത്വം എത്തിയത് എന്നത് വ്യക്തം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളിന് പാർട്ടി ബന്ധമുണ്ട് എന്ന് വരുന്നത് തിരിച്ചടി ഉണ്ടാക്കും എന്ന് CPM ഭയക്കുന്നു. പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും നിരന്തരം പരിഹസിച്ച് ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് പോയ ആയങ്കി ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ആഭ്യന്തരം ഇപ്പോൾ നട്ടലുള്ള ഒരു ആണൊരുത്തന്റെ കയ്യിലാണ് എന്നത് കേരളത്തിന് ആശ്വാസവും അതുപോലെ സമാധാനവും ഒക്കെ നൽകുന്ന വാർത്തകളാണ്. എന്തൊക്കെ വന്നാലും ജനങ്ങളുടെ സ്വത്തിനും സമ്പത്തിനും ജനങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്ന ആഭ്യന്തര വകുപ്പിന്റെ ആ ചുമതല താൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നിടത്തോളം കാലം കേരള ജനതയ്ക്ക് ആശിക്കാം, അല്ലെങ്കിൽ കേരള ജനതയ്ക്ക് അതിൽ പ്രതീക്ഷ അർപ്പിക്കാം എന്നുള്ള വാക്കുകൾ തന്നെയാണ്, അതിനെ അനുകൂലിക്കുന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ തികഞ്ഞ പിന്തുണ ഈ ഒരു കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനു മുൻപുള്ളവർ വളരെ മോശമായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് കേരള സമൂഹം അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇത്തരം വാർത്തകൾ വരുന്നതിന്റെ താഴെ കൈയടിച്ച് അവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മുൻപിലുണ്ടായിരുന്ന ആഭ്യന്തരം എങ്ങനെയായിരുന്നു എന്നതും ഇപ്പോഴുള്ള ആഭ്യന്തരം എങ്ങനെ ആകണം എന്നവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിന്റെയും ഏറ്റവും വലിയ തെളിവ്. ന്യൂസ് ഡെസ്ക് കർമ്മ.